അവസാനത്തെ അഡാപ്റ്റേഷനാണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻ. നമ്മൾ കുറേ ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ പറഞ്ഞു. ഇനി ഇവരെങ്ങനെയാണ് അവരുടെ ബിഹേവിയറൽ അഡാപ്റ്റേഷനിലൂടെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസുമായിട്ട് അവർ സർവൈവ് ചെയ്യണേ നോക്കാം. സോ ബിഹേവിയർ അഡാപ്റ്റേഷനിൽ 3 എക്സാമ്പിളാണ് പറയുന്നത്. ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് സ്നേക്സ്. സോ പാമ്പുകൾ വിൻ്റർ സീസണിൽ എന്ത് ചെയ്യും? സോ വിൻ്റർ സീസണിൽ ദേ കം ഔട്ട് ഓഫ് ദ ബറോ. സോ ബറോയിൽ നിന്ന് അവരവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആൻഡ് ബാസ്ക് ഇൻ സൺ, അവർ വെയിൽ കായുന്നു. എന്തിനു വേണ്ടി? ടു വാം ദെയർ ബോഡി. സോ അവരുടെ ബോഡി വാം ആവാൻ, എന്നാൽ മാത്രമേ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്നേക്സ് വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ സ്നേക്സ് ബറോയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അവർ വെയിൽ കായുന്നു. ബാസ്ക് ഇൻ ദ സൺ ആൻഡ് ടു വാം ദെയർ ബോഡി ഫോർ ദെയർ ആക്ടിവിറ്റി. സോ ഇത് അവരുടെ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷനാണ്. അവരുടെ ബോഡീനെ വാം ആക്കാനായിട്ട് അവർ ബറോയിൽ നിന്ന് പുറത്തു വന്ന് വെയിൽ കൊള്ളുന്നു. അതുപോലെ തന്നെ ഡെസേർട്ട് ലിസാർഡിനും ഇതുപോലെ ഒരു ഫിസിയോളജിക്കലായിട്ട് ഡീൽ ചെയ്യാനായിട്ട്, ഇതുപോലെ എൻവയോൺമെൻറ്റിലുള്ള ആ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിനെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും തന്നെ മറ്റ് മാമൽസിനെ പോലെ ഡെസേർട്ട് ലിസാർഡിനില്ല. സോ ഡെസേർട്ട് ലിസാർഡ് എന്ത് ചെയ്യുന്നു? അവരുടെ കീപ് ബോഡി ടെമ്പറേച്ചർ ഫെയർലി കോൺസ്റ്റൻറ്റ്. എങ്ങനെയെങ്കിലും അവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അവർ നോക്കുന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വെൻ ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ്, ബോഡിയിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? കം ഔട്ട് ഓഫ് ദ ബറോ ആൻഡ് ബാസ്ക് ഇൻ ദ സൺ. ഈ പാമ്പുകളെ പോലെ തന്നെ ബറോയിൽ നിന്ന് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വെയിൽ കായുന്നു, ബാസ്ക് ഇൻ ദ സൺ. അതേസമയം അതിനുശേഷം അവർക്ക് ബോഡി ടെമ്പറേച്ചർ, ഇനഫ് എമൗണ്ട് ഓഫ് ബോഡി ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞ് ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, വെൻ ബോഡി ടെമ്പറേച്ചർ റൈസ് കൂടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മൂവ് ഇൻ ടു ദ ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ മൂവ് ഇൻസൈഡ് ദ ബറോൻ്റെ ഉള്ളിലേക്കോ പോകുന്നു. സോ ഇവർ ഈ പറഞ്ഞ ഡെസേർട്ട് ലിസാർഡുകൾ ഈ പറഞ്ഞ ബറോയിൽ നിന്നോ പുറത്തേക്ക് വന്ന് സണ്ണിൽ ബാസ്ക് ചെയ്ത് അതുപോലെ വെയിൽ കായുമ്പോൾ അവർക്ക് ഹീറ്റ് കിട്ടുന്നു, അവർക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി ഹീറ്റ് ഒരുപാട് കൂടി അവരുടെ ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ തണലത്തേക്കോ അല്ലെങ്കിൽ ബറോയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതും അവരുടെ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷനാണ്. മൂന്നാമത് പറയുന്നത് ചില അനിമൽസിന് അവർക്ക് കപ്പാസിറ്റി ടു ബറോ ഇൻ ടു ദ സോയിൽ, അവർക്ക് ഈ പറഞ്ഞ സോയിലിൽ ഒരു മാളമുണ്ടാക്കി അവിടെ അവരെ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കപ്പാസിറ്റി ടു ബറോ ഇൻ ടു ദ സോയിൽ, മണ്ണിൽ തന്നെ ഒരു മാളമുണ്ടാക്കാനും കഴിയുന്നു. എന്നിട്ട് അവർക്ക് ഹൈഡ് ചെയ്യാനും ഒളിപ്പിക്കാനും പറ്റും. ടു ഹൈഡ് എന്തിനു വേണ്ടി? ആൻഡ് എസ്കേപ്പ് ഫ്രം എബവ് ഗ്രൗണ്ട് ഹീറ്റ്. സോ ഗ്രൗണ്ടിലുള്ള ആ ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ സോയിലിൽ തന്നെ ഒരു ബറോ ഉണ്ടാക്കി അതിൽ അവരെ തന്നെ ഹൈഡ് ചെയ്യുന്നു, ഒളിപ്പിക്കുന്നു. അത് ചില അനിമൽസിലുള്ള കപ്പാസിറ്റിയാണ്. സോ ഇങ്ങനെയുള്ള അനിമൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഷോ നൊക്ടേണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ദേ ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ്. സോ നൈറ്റ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഇതിനെ വിളിക്കുന്ന പേര്, ആ ഒരു നേച്ചറിനെ വിളിക്കുന്ന പേരാണ് നൊക്ടേണൽ. സോ ഇങ്ങനത്തെ അനിമൽസ് നൊക്ടേണൽ ബിഹേവിയറാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, കാണിക്കുന്നത്. സോ സ്നേക്സ് ആണെങ്കിലും ഡെസേർട്ട് ലിസാർഡ് ആണെങ്കിലും അവരെന്താ ചെയ്യണം? അവരുടെ ബിഹേവിയർ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ബറോയിൽ നിന്ന് പുറത്ത് വന്ന് അവർ ബാസ്ക് ഇൻ ദ സൺ, വെയിൽ കായുന്നു. അതുപോലെ അവരുടെ ബോഡീനെ ചൂട് പിടിപ്പിക്കുന്നു, വാം ദെയർ ബോഡി അല്ലെങ്കിൽ ബോഡി ഹീറ്റ്. ഇതുപോലെ ലിസാർഡ് ആണെങ്കിലും ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തിരിച്ച് ബറോയിലേക്കോ ഷെയ്ഡിലേക്കോ പോകുന്നു. ചില അനിമൽസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ സോയിലൊരു ബറോ ഉണ്ടാക്കി അവരെ തന്നെ അതിൽ ഹൈഡ് ചെയ്ത് ഗ്രൗണ്ട് ലെവലിലുള്ള ഹീറ്റിൽ നിന്ന് രക്ഷ നേടുന്നു. സോ അങ്ങനത്തെ അനിമൽസൊക്കെ എന്തായിരിക്കും? നൊക്ടേണൽ, ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് എന്നുള്ളൊരു പാറ്റേൺ അല്ലെങ്കിൽ ബിഹേവിയർ ഉള്ളവരായിരിക്കും. ഇതൊക്കെയാണ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ്.